ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഝാർഖണ്ഡ് സന്ദർശിക്കും. 6 വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും PM ആവാസ് യോജന ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ ഗഡു വിതരണവും നിർവഹിക്കും. ഇന്ന് ഹിന്ദി ദിവസ്. ഔദ്യോഗിക ഭാഷാ വജ്ര ജൂബിലി ആഘോഷങ്ങളും അഖില ഭാരതീയ രാജ്ഭാഷാ സമ്മേളനവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഓണത്തെ വരവേറ്റ് മലയാളികൾക്ക് ഇന്ന് ഉത്രാടപ്പാച്ചിൽ. നാളെ തിരുവോണം. ജമ്മുകശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 സൈനികർക്ക് വീരമൃത്യു. ISL 11 സീസണിലെ ആദ്യ മത്സരം സമനിലയിൽ. ഇന്ന് 2 മത്സരങ്ങൾ. പുരുഷന്മാരുടെ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഝാർഖണ്ഡ് സന്ദർശിക്കും. ജംഷഡ്പൂരിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണ വിഭാഗത്തിലെ ആദ്യ ഗഡു ഝാർഖണ്ഡിലെ ഗുണഭോക്താക്കൾക്ക് പ്രധാനമന്ത്രി കൈമാറുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. 5 കോടിയിലധികം രൂപയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് നേരിട്ട് കൈമാറുക. പുതുതായി നിർമ്മിച്ച 46,000 വീടുകളുടെ ഗൃഹപ്രവേശന ചടങ്ങും നാളെ നടക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അർഹരായ ഗുണഭോക്താക്കളെ പട്ടികയിൽ ഉൾപ്പെടുത്തി വീടുകൾ അനുവദിക്കുന്നത് ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള ആവാസ് പ്ലസ് 2024 ആപ്പും പ്രധാനമന്ത്രി പുറത്തിറക്കും. ഝാർഖണ്ഡിലെ ജംഷഡ്പൂരിൽ 6 വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. ടാറ്റാനഗർ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന ചടങ്ങിലാണ് ഉദ്ഘാടനം. വിശദാംശങ്ങളിലേക്ക്. ഝാർഖണ്ഡും അയൽ സംസ്ഥാനങ്ങളും തമ്മിലുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും റെയിൽവേ ശൃംഖലയുടെ ആധുനികവൽക്കരണവും ലക്ഷ്യമിട്ടാണ് പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ യാത്ര ആരംഭിക്കുന്നത്. വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഉദ്ഘാടനത്തിന് പുറമെ ഝാർഖണ്ഡിലെ പ്രാദേശിക അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള മറ്റ് വിവിധ റെയിൽവേ പദ്ധതികളും പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്യും. വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ അവലോകനം ചെയ്യാൻ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് വൈകിട്ട് ടാറ്റാനഗർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിക്കും. നാളെ ജംഷഡ്പൂരിലെ ഗോപാൽ മൈതാനിയിൽ നടക്കുന്ന റോഡ് ഷോയിലും പൊതുസമ്മേളനത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ന് രാജ്യമെമ്പാടും ഹിന്ദി ദിവസ് ആഘോഷിക്കുന്നു. 1949 സെപ്റ്റംബർ 14 ഭരണഘടനാ നിർമ്മാണ സഭ ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദിയെ രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചതിന്റെ സ്മരണയ്ക്കായാണ് ദിനാചരണം. ഇതോടനുബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഔദ്യോഗിക ഭാഷാ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെയും 4ാമത് അഖില ഭാരതീയ രാജ്ഭാഷാ സമ്മേളനത്തിന്റെയും ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ഹിന്ദി ഔദ്യോഗിക ഭാഷയായി 75 വർഷം പൂർത്തിയാക്കിയതിന്റെ സ്മരണയ്ക്കായാണ് ഔദ്യോഗിക ഭാഷാ വകുപ്പ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. രാജ്ഭാഷാ ഭാരതി മാസികയുടെ വജ്ര ജൂബിലി പ്രത്യേക ലക്കം പ്രകാശനം ചെയ്യുന്ന കേന്ദ്രമന്ത്രി രാജ്ഭാഷാ ഗൌരവ്, രാജ്ഭാഷാ കീർത്തി അവാർഡുകൾ വിതരണം ചെയ്യും. ലോകവ്യാപകമായി സംസാരിക്കുന്ന ഭാഷകളിലൊന്നായ ഹിന്ദി 520 ദശലക്ഷത്തിലധികം ആളുകളുടെ പ്രഥമ ഭാഷ കൂടിയാണ്. 7ാമത് നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജീസ് കോൺഫറൻസ് 2024 ദേശീയ സുരക്ഷാ തന്ത്ര സമ്മേളനം കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്നലെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. 2 ദിവസത്തെ സമ്മേളനത്തിൽ ദേശീയ സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, കേന്ദ്ര സായുധ പോലീസ് സേന എന്നിവിടങ്ങളിലെ 750ഓളം ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ വികസിപ്പിച്ച DGSP IGSP കോൺഫറൻസ് റെക്കമെൻഡേഷൻസ് ഡാഷ്ബോർഡും ശ്രീ അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. അന്തരിച്ച മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും CPIM ജനറൽ സെക്രട്ടറിയുമായ സീതാറാം യെച്ചൂരിയുടെ ഭൌതിക ശരീരം ഇന്ന് ഡൽഹി AKG ഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഇന്നലെ ഡൽഹിയിലെ വസതിയിലെത്തിച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്രമന്ത്രിയും BJP ദേശീയ അധ്യക്ഷനുമായ JP നഡ്ഡ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N ചന്ദ്രബാബു നായിഡു തുടങ്ങിയവർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ന് രാവിലെ 11 മണി മുതൽ 3 മണി വരെ AKG ഭവനിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് സീതാറാം യെച്ചൂരിയുടെ ആഗ്രഹപ്രകാരം വൈദ്യശാസ്ത്ര പഠനത്തിനായി മൃതദേഹം ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന് കൈമാറും. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറിന്റെ 2 ദിവസത്തെ മഹാരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. 434 വ്യവസായ പരിശീലന കേന്ദ്രങ്ങളിൽ ഭരണഘടനാ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുന്ന പരിപാടി അദ്ദേഹം നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ഭരണഘടനാ ക്ഷേത്രങ്ങളുടെ ലക്ഷ്യം. നാളെ നാഗ്പൂരിലെ രാംദിയോ ബാബ സർവകലാശാലയിൽ നടക്കുന്ന ചടങ്ങിൽ ഡിജിറ്റൽ ടവർ ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും.
നാലാമത് ക്വാഡ് ഉച്ചകോടിക്ക് യു.എസ്. പ്രസിഡന്റ് ജോ ബൈഡൻ ആതിഥേയത്വം വഹിക്കും. അമേരിക്കയിലെ ഡെലവെയറിൽ ഈ മാസം 21 നടക്കുന്ന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും. ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ, അമേരിക്ക എന്നീ രാജ്യങ്ങൾക്കിടയിലെ നയതന്ത്ര പങ്കാളിത്തമാണ് ക്വാഡ് കൂട്ടായ്മ. അടുത്ത ക്വാഡ് ഉച്ചകോടിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്ന സന്ദേശവുമായി ഇന്ന് ഒന്നാം ഓണം. നാളെ തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് മലയാളികൾ. ഇന്ന് ഉത്രാടപ്പാച്ചിലാണ്. വയനാട് ദുരന്തത്തിന്റെ ആഘാതത്തിനിടയിലാണ് ഇക്കുറി ഓണം എന്നതിനാൽ ആഘോഷങ്ങൾക്ക് പൊലിമ കുറവാണെങ്കിലും അതിജീവനത്തിന്റെയും പ്രതീക്ഷയുടെയും ആഘോഷമാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഓണം. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ഓണാഘോഷ പരിപാടികൾ ഇത്തവണ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും പൂക്കളമിട്ടും സദ്യ ഒരുക്കിയും നാടും നഗരവും ഓണത്തിരക്കിലാണ്. ഇന്നത്തെ ഉത്രാടപ്പാച്ചിൽ വിപണിയെ വീണ്ടും സജീവമാക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. സപ്ലൈകോയുടെ ഓണം ഫെയറുകൾ ഉൾപ്പെടെ എല്ലാ വിൽപ്പനശാലകളും ഇന്ന് തുറന്നു പ്രവർത്തിക്കും. ഓണത്തോടനുബന്ധിച്ച് ഗുരുവായൂരിൽ ഇന്ന് ഉത്രാട കാഴ്ചക്കുല സമർപ്പണം നടക്കും. ദർശന സമയവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കോട്ടയം കുമരനെല്ലൂർ ക്ഷേത്രത്തിൽ ഇന്ന് ഉത്രാടനിറ നടക്കും. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നാളെ ഓണവില്ല് സമർപ്പണം നടക്കും. ശബരിമലയിൽ ഓണത്തോടനുബന്ധിച്ച് ഉത്രാടനാളായ ഇന്നു മുതൽ 3 ദിവസം ഭക്തർക്ക് ഓണസദ്യ ഒരുക്കും. ജമ്മുകശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 സൈനികർക്ക് വീരമൃത്യു. 2 സൈനികർക്ക് പരിക്കേറ്റു. പിങ്നൽ ദുഗഡ വനമേഖലയിൽ സൈനികർ നടത്തിയ തിരച്ചിലിനിടെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. 4 ഭീകരർ പ്രദേശത്തുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തിരച്ചിൽ തുടരുകയാണ്. ബാരാമുള്ളയിലും സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ജമ്മുകശ്മീരിൽ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി തുടരുന്നു. പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖ നേതാക്കളെല്ലാം പ്രചാരണത്തിൽ സജീവമാണ്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ദോഡ ജില്ലയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കും. കോൺഗ്രസ്, നാഷണൽ കോൺഫറൻസ് നേതാക്കളും വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മാസം 18-നാണ് ജമ്മുകശ്മീരിലെ 24 മണ്ഡലങ്ങളിലേക്ക് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. അതേസമയം ഹരിയാനയിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ചൂടുപിടിക്കുന്നു. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കുരുക്ഷേത്രയിൽ എത്തുന്നുണ്ട്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ 11ാം സീസണിലെ ആദ്യ മത്സരം ആവേശകരമായ സമനിലയിൽ അവസാനിച്ചു. മോഹൻ ബഗാനും മുംബൈ FCയും തമ്മിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും 2 ഗോൾ വീതം നേടിയാണ് സമനിലയിൽ പിരിഞ്ഞത്. ISLൽ ഇന്ന് 2 മത്സരങ്ങളാണുള്ളത്. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ഒഡീഷ FC ചെന്നൈയിൻ FCയെയും രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ബംഗളൂരു FC ഈസ്റ്റ് ബംഗാളിനെയും നേരിടും. ചൈനയിൽ നടക്കുന്ന പുരുഷന്മാരുടെ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റിന്റെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ടൂർണമെന്റിൽ ഇതുവരെ കളിച്ച എല്ലാ മത്സരങ്ങളും ജയിച്ച ഇന്ത്യ സെമിഫൈനൽ ഉറപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാനും സെമിയിൽ ബർത്ത് ഉറപ്പിച്ച ശേഷമാണ് ഇന്നത്തെ മത്സരത്തിന് ഇറങ്ങുന്നത്. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചയ്ക്ക് 2:30 കൊച്ചി ബ്ലൂ ടൈഗേഴ്സും ഫിനസ് തൃശൂർ ടൈറ്റൻസും തമ്മിലും, വൈകുന്നേരം 6:45 ഏരിസ് കൊല്ലം സെയിലേഴ്സും അദാനി ട്രിവാൻഡ്രം റോയൽസും തമ്മിലും ഏറ്റുമുട്ടും. വ്യാപാരികൾ, മൊത്ത കച്ചവടക്കാർ, വൻകിട ചില്ലറ വ്യാപാരികൾ, പ്രോസസർമാർ എന്നിവർക്ക് ഗോതമ്പ് സ്റ്റോക്ക് കൈവശം വയ്ക്കുന്നതിനുള്ള പരിധി കേന്ദ്രം പുതുക്കി നിശ്ചയിച്ചു. വ്യാപാരികൾക്കും മൊത്ത കച്ചവടക്കാർക്കുമുള്ള ഗോതമ്പിന്റെ പരിധി 3000 മെട്രിക് ടണ്ണിൽ നിന്ന് 2000 മെട്രിക് ടണ്ണാക്കിയാണ് പുതുക്കിയതെന്ന് കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഝാർഖണ്ഡ് സന്ദർശിക്കും. 6 വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും PM ആവാസ് യോജന ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ ഗഡു വിതരണവും നിർവഹിക്കും. ഇന്ന് ഹിന്ദി ദിവസ്. ഔദ്യോഗിക ഭാഷാ വജ്ര ജൂബിലി ആഘോഷങ്ങളും അഖില ഭാരതീയ രാജ്ഭാഷാ സമ്മേളനവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഓണത്തെ വരവേറ്റ് മലയാളികൾക്ക് ഇന്ന് ഉത്രാടപ്പാച്ചിൽ. നാളെ തിരുവോണം. ജമ്മുകശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 സൈനികർക്ക് വീരമൃത്യു. ISL 11ാം സീസണിലെ ആദ്യ മത്സരം സമനിലയിൽ. ഇന്ന് 2 മത്സരങ്ങൾ. പുരുഷന്മാരുടെ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.